ഹായ്, ഇന്നൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. ചൂടുകാലത്ത് ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഒരു 4 പേർക്കുള്ള അളവായിട്ട് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം 1 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ബേസിൽ സീഡ്സോ അല്ലെങ്കിൽ ചിയ സീഡ്സോ ഏത് വേണേലും എടുക്കാം. അതുപോലെ 10-12 കാഷ്യൂ നട്ട്സ് എടുത്തിട്ട് അതും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഇനി വേണ്ടത് തണ്ണിമത്തനാണ്. അപ്പൊ ഈ ഒരു കഷ്ണത്തിന്റെ പകുതി മതി. തണ്ണിമത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1.5 കപ്പ് അളവാണ് വേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം 1 കപ്പ് തണ്ണിമത്തൻ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല പഴുത്ത പപ്പായ വേണം. ഇതും ഏകദേശം 1 കപ്പ് അളവ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ച കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർക്കാം. മധുരത്തിനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പപ്പായയും വാട്ടർമെലനും ഒക്കെ നല്ല മധുരമുള്ളതാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നോക്കിയിട്ട് കൂടുതൽ വേണ്ട മധുരം ചേർത്താൽ മതി. ആദ്യം നമുക്ക് ഇത് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഒക്കെ നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഇങ്ങനെ റെഡിയാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ള പാലാണ്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതായാലും മതി കേട്ടോ. അപ്പൊ പാല് ചേർത്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോ നല്ലൊരു ഫ്രൂട്ട് ഷേക്കിന്റെ തിക്നെസ്സിലാണ് ഉള്ളത്. നമുക്കിത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൽ പപ്പായയും വാട്ടർമെലനും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോന്നും 1/2 കപ്പ് അളവിനാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണിൽ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ആ ഒരു കളറും ഫ്ലേവറും ഒക്കെ ഒന്ന് കൂട്ടാനായിട്ട് നല്ലതാണ്. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബേസിൽ സീഡ്സ് ആണ്, ഇതും ചേർക്കാം. ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്താൽ മതി. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഡ്രിങ്ക് ആണ് കേട്ടോ. ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.